വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. എജ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആക്ച്വലി കുറച്ച് ദിവസം കൊണ്ട് ഈ ഒരു വൺ ലൈനേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. സോ ഇന്നും ആക്ച്വലി ആ ഒരു വൺ ലൈനേഴ്സ് എന്ന കൺസെപ്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ നഴ്സിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് എക്സാമും, അതായത് നമ്മുടെ JPHN എക്സാം ആയിക്കോട്ടെ, സ്റ്റാഫ് നഴ്സ്, എയിംസ് നോർസെറ്റ് എക്സാം, RRB എക്സാം കേട്ടോ. അപ്പൊ ഈ എല്ലാ എക്സാംസിനും ചോദിക്കാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ വൺ ലൈനേഴ്സ് ആണ് ഞാൻ ഇന്ന് നമ്മുടെ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗ് ആണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, JPHN എക്സാമിന് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ, ഏകദേശം ഒരു 24-25 ദിവസം മാത്രമേ ഉള്ളൂ. 26-ാം തീയതി, ഈ ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് കൗണ്ട് ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നിങ്ങളുടെ പഠിത്തമൊക്കെ ഏറ്റവും ടോപ്പ് ഗിയറിലേക്ക് ആകാൻ അല്ലെങ്കിൽ ഇടാനുള്ള സമയമാണ്. അത് മാത്രമല്ല, നമ്മുടെ നോർസെറ്റിന്റെ എക്സാം ഈ വരുന്ന 12-ാം തീയതിയാണ്. കൂടാതെ നമ്മുടെ RRB നഴ്സിംഗ് സൂപ്പറിണ്ടന്റ് എക്സാം നമുക്ക് വരുന്നത് ഏപ്രിൽ 28, 29, 30. അപ്പൊ ഈ എല്ലാ എക്സാമിനും ഇനി അധികം ദിവസമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മുടക്കം കൂടാതെ ലഭിക്കും കേട്ടോ. അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ നമ്മുടെ JPHന്റെ റിവിഷൻ ബാച്ച് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിന്റെ ക്ലാസ്സസ് ജസ്റ്റ് നടന്നു വരുന്നു. അപ്പം ആർക്കെങ്കിലും ഇനിയും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു നിമിഷം പോലും താമസിക്കാതെ വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. കാരണം നമ്മൾ വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നടത്തി വരുന്നത്. അതായത് റിവിഷൻ ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ടോപ്പിക് റിവിഷൻ പ്ലസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്, ലൈവ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് തരിക. കൂടാതെ ഡെയിലി ടെസ്റ്റ് ഉണ്ടാകും, മെഗാ ടെസ്റ്റ് ഉണ്ടാകും, പിന്നെ ഒരു മാരത്തൺ റിവിഷൻ. അങ്ങനെ ഈ രീതിയിലാണ് നമ്മുടെ എൻറ്റയർ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കാനുള്ള എല്ലാ ഭാഗ്യവും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ഇന്നത്തെ നമ്മുടെ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് എന്ന ടോപ്പിക്കിലെ കുറച്ച് വൺ ലൈനേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗ് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പറയാതിരിക്കാൻ കഴിയില്ല. സോ ആരാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ? ഇസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ നഴ്സിംഗ് കേട്ടോ. മോഡേൺ നഴ്സിംഗിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. ജനന വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാണ് ജനിച്ചത്? 1820 കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. 1820 ആണ്. 1820 ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജനിച്ചത് കേട്ടോ. ഡേറ്റ് എന്തായിരുന്നു? മെയ് 12 കേട്ടോ. മെയ് 12 അതാണ് നമ്മുടെ നഴ്സസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന, അല്ലെ, നഴ്സസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് മെയ് 12. 1820 ആണ് ഈ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജനിച്ച ദിവസം കേട്ടോ. ദെൻ നെക്സ്റ്റ് കുറച്ച് തിയറീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറിയാണ് എൻവിയോൺമെന്റൽ തിയറി കേട്ടോ. എൻവിയോൺമെന്റൽ തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ മനുഷ്യന്റെ ഡെവലപ്മെന്റ്, മനുഷ്യന്റെ സിക്നസിൽ നിന്നുള്ള റിവിഷൻ അല്ലെങ്കിൽ റിവൈവലിനൊക്കെ ഈ എൻവിയോൺമെന്റൽ തിയറി വളരെ എൻവിയോൺമെന്റുമായിട്ടുള്ള ഇടപെടൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇതിൽ പറയുക. നെക്സ്റ്റ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, അല്ലെ, അതായത് മനുഷ്യന്റെ ആവശ്യങ്ങളെ ഒരു ഹൈറാർക്കി രൂപത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചുള്ള രൂപത്തിൽ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്ന ഒരു തിയറിയാണ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, അല്ലെ. അത് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്? എബ്രഹാം മാസ്ലോ. അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന എന്തിനാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്. അതാണ് പറയുക, മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് പ്രയോറിറ്റൈസസ് ഫിസിയോളജിക്കൽ നീഡ്സ് ഫസ്റ്റ് കേട്ടോ. ആദ്യമായിട്ട് വരിക എന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ എന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ, അല്ലെ. സെൽഫ് എസ്റ്റീം കഴിഞ്ഞിട്ട് വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ, അതും ഓർക്കുക. നെക്സ്റ്റ്, ഫസ്റ്റ് നഴ്സിംഗ് സ്കൂൾ വാസ് സ്റ്റാർട്ടഡ് ഇൻ 1860. 1860 അറ്റ് സെന്റ് തോമസ് ഹോസ്പിറ്റൽ, ലണ്ടൻ. അവിടെയാണ് ഫസ്റ്റ് നഴ്സിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ഓറംസ് തിയറി ഈസ് കോൾഡ് ദ സെൽഫ് കെയർ ഡെഫിസിറ്റ് നഴ്സിംഗ് തിയറി, അല്ലെ. ഓറംസിന്റെ തിയറി എന്താണ്? സെൽഫ് കെയർ ഡെഫിസിറ്റ് തിയറി ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, ഹെൻഡേഴ്സൺ എന്താ പറഞ്ഞേക്കുന്നത്? ഹെൻഡേഴ്സൺ ഡിഫൈൻ നഴ്സിംഗ് ആസ് അസിസ്റ്റിംഗ് ഇൻഡിവിജ്വൽസ് ഇൻ പെർഫോമിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ഹെൽത്ത്. അതായത് നമ്മുടെ ആരോഗ്യവും അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ആക്ച്വലി നഴ്സിംഗ് എന്ന ഹെൻഡേഴ്സൺ
ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഡൊറോത്തിയ ഓറം ആണെങ്കിലോ എംഫസൈസ്ഡ് സെൽഫ് കെയർ ആസ് നഴ്സിംഗ് ഗോൾ. നഴ്സിംഗ് ഗോൾ എന്താണ്? സെൽഫ് കെയർ ആണ്. നെക്സ്റ്റ് ഇമോജിൻ കിങ് ഇമ്പോർട്ടന്റ് ആണ്. ഇമോജിൻ കിങ് പ്രപ്പോസ് ഗോൾ അറ്റൈൻമെന്റ് തിയറി കേട്ടോ. ഇമോജിൻ കിങ് എന്താണ്? ഏത് തിയറിയാണ്? ഗോൾ അറ്റൈൻമെന്റ് തിയറിയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഹിൽഡിഗാർഡ് പെപ്ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെപ്ലോ ഫോക്കസ് ഓൺ ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഇൻ നഴ്സിംഗ് കേട്ടോ. നഴ്സിംഗിൽ ഇന്റർപേഴ്സണൽ റിലേഷൻസിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആര്? ഹിൽഡിഗാർഡ് പെപ്ലോ. ദെൻ റോയ്സ് അഡാപ്റ്റേഷൻ മോഡൽ വ്യൂസ് ദ പേഷ്യന്റ് ആസ് എ ബയോ സൈക്കോ സോഷ്യൽ ബീയിങ് കേട്ടോ. റോയ്സ് അഡാപ്റ്റേഷൻ മോഡൽ പേഷ്യന്റിനെ എങ്ങനെ വ്യൂ ചെയ്തിരിക്കുന്നത്? ബയോ സൈക്കോ സോഷ്യൽ ബീയിങ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ വൈറ്റൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എപ്പിക്കൽ പൾസ് ഏതാണ്? എപ്പിക്കൽ പൾസ് നമ്മുടെ ഹാർട്ടിലെ അപ്പെക്സിൽ നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഓസ്കൾട്ടേറ്റ് ചെയ്യുന്ന പൾസ് ആണ് അല്ലേ. സോ എപ്പിക്കൽ പൾസ് ഈസ് ചെക്ക് എവിടെയാണ്? അറ്റ് ദ ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് ഇൻ ദ മിഡ് ക്ലാവിക്കുലർ ലൈൻ. ദെൻ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്താണ്? ഡ്രോപ്പ് ഇൻ ബി പി ഓൺ സ്റ്റാൻഡിങ്. അതായത് പേഷ്യന്റ് കിടന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ പേഷ്യന്റ് ബി പി ഡ്രോപ്പ് ചെയ്യുന്നു. എത്രയാണ്? സിസ്റ്റോളിക് ബി പി മോർ ദാൻ 20 millimeters of mercury, ഡയസ്റ്റോളിക് ബി പി മോർ ദാൻ 10 millimeters of mercury ഡ്രോപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? പൾസ് ഡെഫിസിറ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിക്കൽ ആൻഡ് റേഡിയൽ പൾസ് കേട്ടോ. എപ്പിക്കൽ പൾസും റേഡിയൽ പൾസും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പൾസ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ടർ ഹാമർ പൾസ് അല്ലെങ്കിൽ കോറിയാൻസ് പൾസ് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. റാപ്പിഡ് അബ്സ്ട്രോക്ക് ആൻഡ് കൊളാപ്സ്. അതായത് പെട്ടെന്ന് വാട്ടർ ഹാമർ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൾസ് റേറ്റ് അങ്ങനെ കൂടും, അതുപോലെ അങ്ങ് നിന്ന് പോകും കേട്ടോ. അതായത് റാപ്പിഡ് അബ്സ്ട്രോക്ക് ആൻഡ് കൊളാപ്സ് ഏത് കണ്ടീഷനിലാണ് കാണുക? അയോട്ടിക് റീഗർജിറ്റേഷനിലാണ് സാധാരണ ഈ കോറിയാൻസ് പൾസ് കാണുക. നെക്സ്റ്റ് എന്താണ്? പൾസസ് ഓൾട്ടറൻസ്. എന്താണ് പൾസസ് ഓൾട്ടറൻസ്? ഓൾട്ടർനേറ്റിംഗ് സ്ട്രോങ് ആൻഡ് വീക്ക് ബീറ്റ്സ്. അതായത് സ്ട്രോങ് ബീറ്റ് ഉണ്ടാവും, പിന്നെ വീക്ക് ബീറ്റ് ഉണ്ടാവും. അത് ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പൾസസ് ഓൾട്ടറൻസ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റ്സ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ കേട്ടോ. ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ഉള്ള പേഷ്യൻസിനാണ് പൾസസ് ഓൾട്ടറൻസ് കാണുന്നത്. നെക്സ്റ്റ് എന്താണ്? ടെക്കിപ്നിയ ഹിസ് റാപ്പിഡ് ബ്രീത്തിങ് മോർ ദാൻ 20 breaths per minute കേട്ടോ. ഈ ബ്രീത്തിങ് മോർ ദാൻ 20 breaths per minute വരുമ്പോഴത്തേക്കാണ് നമ്മൾ അതിനെ ടെക്കിപ്നിയ എന്ന് പറയുക. എന്താണ്? ബ്രാഡികാർഡിയ ഹാർട്ട് റേറ്റ് ലെസ് ദാൻ 60 കേട്ടോ. 60-ൽ താഴെ ഹാർട്ട് റേറ്റ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ബ്രാഡികാർഡിയ എന്ന് പറയുക. നോർമൽ എത്രയാണ്? 60 to 100 എന്ന് പറയും അല്ലെ നോർമൽ ഹാർട്ട് റേറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഒരു വാല്യൂ പറഞ്ഞാൽ 72 beats per minute എന്ന് പറയും. ബ്രാഡിപ്നിയ എന്താണ്? റെസ്പിറേറ്ററി റേറ്റ് ലെസ് ദാൻ 12 breaths per minute കേട്ടോ. 12-ൽ താഴെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ബ്രാഡിപ്നിയ എന്ന് പറയുക. Then Fowler's position is used for patients with dyspnea അല്ലെ. ഡിസ്നിയ ഉള്ള പേഷ്യൻസിന് നമ്മൾ ഏത് പൊസിഷനാണ് യൂസ് ചെയ്യുക? Fowler's position ആണ്. Then hand hygiene is the most effective infection control method കേട്ടോ. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ മെത്തേഡ് ആണ് എന്താ? ഹാൻഡ് വാഷിംഗ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് കൂടെയാണ്. അങ്ങനെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ മെത്തേഡ് എന്താണ്? ഹാൻഡ് ഹൈജീൻ അല്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ്. നെക്സ്റ്റ് 5 moments of hand washing. ഏതൊക്കെയാണ് 5 moments of hand washing എന്ന് പറയുക? ഒന്ന് ബിഫോർ ടച്ചിങ് ദ പേഷ്യന്റ്, നമ്മൾ പേഷ്യന്റിനെ തൊടുന്നതിന് മുന്നേ. ദെൻ ബിഫോർ ക്ലീൻ ആൻഡ് അസെപ്റ്റിക് പ്രൊസീജിയേഴ്സ്, ഏതെങ്കിലും ക്ലീൻ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അസെപ്റ്റിക് പ്രൊസീജിയേഴ്സിന് മുന്നേ. ദെൻ ആഫ്റ്റർ ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ റിസ്ക്, നമ്മൾ ബോഡി ഫ്ലൂയിഡുമായിട്ട് എക്സ്പോസ് ചെയ്തു വരുന്ന എന്തെങ്കിലും ഒരു പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം. നെക്സ്റ്റ് ആഫ്റ്റർ ടച്ചിങ് ദ പേഷ്യന്റിനെ തൊട്ടതിന് ശേഷം. ദെൻ ആഫ്റ്റർ ടച്ചിങ് ദ പേഷ്യന്റ് സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ ടച്ചിങ് ദ പേഷ്യന്റ് യൂണിറ്റ് കേട്ടോ. പേഷ്യന്റ് യൂണിറ്റ്, പേഷ്യന്റ് സറൗണ്ടിങ്സ് ഒക്കെ ടച്ച് ചെയ്തതിന് ശേഷവും നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യും. ഇതാണ് ദ 5 moments ഓഫ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പൊസിഷൻസിനെ കുറിച്ചാണ്. തെറാപ്യൂട്ടിക് പൊസിഷൻസ് അല്ലെ. ട്രെൻലെബർഗ് പൊസിഷൻ. ട്രെൻലെബർഗ് പൊസിഷൻ ഈസ് യൂസ്ഡ് ഡ്യൂറിംഗ് ഷോക്ക്. പേഷ്യന്റിന് ഷോക്ക് അല്ലെങ്കിൽ ഹൈപ്പോളീമിക് ഷോക്ക്, ഏത് ഷോക്ക് ആയിക്കോട്ടെ, ഷോക്ക് വരുമ്പോൾ നമ്മൾ ഏത് പൊസിഷനാണ് കൊടുക്കുക? നമ്മുടെ പേഷ്യന്റ് സാധാരണ ഈ ലെഗ് ഒക്കെ ഇങ്ങനെ റേസ് ചെയ്ത് വെക്കുമല്ലോ. എന്തിനാണ്? വീനസ് റിട്ടേൺ കൂടാൻ വേണ്ടിയാണ്. സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷനാണ് ട്രെൻലെബർഗ് പൊസിഷൻ. ദെൻ പ്രോൺ പൊസിഷൻ ഹെൽപ്സ് വിത്ത് ഡ്രെയിനേജ് ഓഫ് ഓറൽ സെക്രീഷൻസ്. പ്രോൺ പൊസിഷൻ കൊടുക്കുമ്പോൾ എന്താണ്? ഓറൽ സെക്രീഷൻസ് ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് പോകുന്നു. സിംസ് പൊസിഷൻ ഈസ് യൂസ്ഡ് ഫോർ റെക്ടൽ എക്സാമിനേഷൻ ആൻഡ് എനിമ കേട്ടോ. റെക്ടൽ എക്സാമിനേഷനും എനിമയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സിംസ് പൊസിഷൻ കൊടുക്കുക. ഓർത്തോഗ്നിക് അല്ലെങ്കിൽ ട്രൈപോഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഈ സിറ്റിംഗ് അപ്പ് ലീനിങ് ഫോർവേഡ് പൊസിഷൻ യൂസ് ടു റിലീവ് ഡിസ്നിയ. അതായത് പേഷ്യന്റ് സിവിയർ ആയിട്ടുള്ള ഡിസ്നിയ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പേഷ്യന്റ് ഇങ്ങനെ സിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മുന്നിലേക്ക് ആഞ്ഞ് ഇവിടെ ടേബിൾ വെച്ചിട്ട്, കാർഡിയാക് ടേബിൾ വെച്ചിട്ട് ഇങ്ങനെ ഇരുത്തും കേട്ടോ. അതിനാണ് നമ്മൾ എന്ത് പറയുക? ട്രൈപോഡ് പൊസിഷൻ അല്ലെങ്കിൽ ഓർത്തോഗ്നിക് പൊസിഷൻ എന്ന് പറയുക. സിറ്റിംഗ് ആൻഡ് ലീനിങ് ഫോർവേഡ്, മുന്നിലേക്ക് ആഞ്ഞിരിക്കും. എന്തിനാണ്? ഡിസ്നിയ റിലീവ്
റിലീവ് ചെയ്യാനായിട്ട്. ലിതോട്ടമി പൊസിഷൻ ഈസ് ലൈങ് ഓൺ ബാക്ക് വിത്ത് ലെഗ്സ് ഇൻ സ്റ്റിറപ്സ് യൂസ്ഡ് ഫോർ പെൽവിക് എക്സാമിനേഷൻ അല്ലെ. പെൽവിക് എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ ലിതോട്ടമി പൊസിഷൻസ് കൊടുക്കുക. ദെൻ നമ്മുടെ എത്തിക്സിൽ നിന്നാണ്, നഴ്സിംഗ് എത്തിക്സിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് ഓട്ടോണമി? മീൻസ് റെസ്പെക്ടിങ് പേഷ്യൻസ് ഡിസിഷൻ മേക്കിംഗ് റൈറ്റ്സ്. അതായത് പേഷ്യന്റിന് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള അവകാശമുണ്ട്, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഓട്ടോണമി എന്ന് പറയുക. ബെനിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് ഡൂയിങ് ഗുഡ് ഫോർ ദ പേഷ്യന്റ് കേട്ടോ. പേഷ്യന്റ് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പേഷ്യന്റ് ആവശ്യമുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ ബെനിഫിഷ്യൻസ് എന്ന് പറയുക. നോൺ മാലിഫിഷ്യൻസ് എന്താണ്? മീൻസ് അവോയ്ഡിങ് ഹാം. നമ്മൾ ഹാമിനെ അവോയ്ഡ് ചെയ്യുന്നു, അതിനാണ് നോൺ മാലിഫിഷ്യൻസ് എന്ന് പറയുക. ജസ്റ്റിസ് മീൻസ് ഫെയർനെസ് ഇൻ കെയർ. അതായത് നമ്മുടെ നഴ്സിംഗ് കെയറിൽ ഒരു ഫെയർനെസ് അല്ലെങ്കിൽ ഒരു തുല്യതയൊക്കെ നമ്മൾ കൊടുക്കുന്നതിനാണ് ജസ്റ്റിസ് എന്ന് പറയുക. വെരാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെല്ലിംഗ് ദ ട്രൂത്ത്. എപ്പോഴും സത്യം മാത്രം പറയുന്നതിനാണ് വെരാസിറ്റി എന്ന് പറയുക. സാധാരണ ഈ 5 പോയിന്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. നെക്സ്റ്റ് പ്രൈമറി പ്രിവെൻഷൻ എന്താണ്? ഇൻക്ലൂഡ്സ് ഇമ്മ്യൂണൈസേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് സെക്കൻഡറി പ്രിവെൻഷൻ ആണെങ്കിലോ ഇൻക്ലൂഡ്സ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് സ്ക്രീനിങ് അല്ലെ. ഏർലി ഡയഗ്നോസിസ് വരുന്നുണ്ട്, ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രീറ്റ് ചെയ്യും അല്ലെ. കൂടാതെ സ്ക്രീനിങ് ഫോർ ഡിസീസും വരുന്നത് എവിടെയാണ്? സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. ടേർഷ്യറി പ്രിവെൻഷൻ ഇൻവോൾവ്സ് റീഹാബിലിറ്റേഷൻ കേട്ടോ. ടേർഷ്യറി പ്രിവെൻഷൻ ഇതിലാ വരിക, റീഹാബിലിറ്റേഷൻ. ദെൻ ഡിസ്ഇൻഫെക്ഷൻ റെഡ്യൂസസ് മോസ്റ്റ് പാത്തോജൻസ് ബട്ട് നോട്ട് ഓൾ സ്പോർസ് അല്ലെ. ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? പാത്തോജൻസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്പോർ ഉണ്ട്, അതിന്റെ വെജിറ്റേറ്റീവ് ഫോം ആയിട്ട് കിടക്കും, അതിനെ നമുക്ക് ഡിസ്ട്രോ ചെയ്യാൻ കഴിയുന്നില്ല. എന്ത് വെച്ചിട്ടാണ്? ഡിസ്ഇൻഫെക്ഷൻ. പക്ഷെ സ്റ്റെറിലൈസേഷൻ ആണെങ്കിലോ ഡിസ്ട്രോയ്സ് ഓൾ ഫോംസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻക്ലൂഡിംഗ് സ്പോർ കേട്ടോ. സ്പോർ ഉൾപ്പെടെയുള്ള എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും ഡിസ്ട്രോ ചെയ്യുന്നുണ്ട് എന്താ? സ്റ്റെറിലൈസേഷൻ. നെക്സ്റ്റ് ഓർത്തോപ്നിയ ഈസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് വെൻ ലൈങ് ഡൗൺ. പേഷ്യന്റ് കിടക്കുമ്പോൾ സുപ്പൈൻ പൊസിഷനിൽ കിടക്കുമ്പോൾ പേഷ്യന്റ് ഡിസ്നി വരുന്നുണ്ട്, പേഷ്യന്റ് എഴുന്നേറ്റിരിക്കുമ്പോൾ ഡിസ്നിയ റിലീവ് ആകുന്നുണ്ട്. എന്താണത്? ഓർത്തോപ്നിയ. സൈനോസിസ് എന്താണ്? ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഡ്യൂ ടു ലാക്ക് ഓഫ് ഓക്സിജൻ അല്ലെ. ഓക്സിജന്റെ അളവ് കുറയുന്നത് കാരണം ബ്ലൂയിഷ് ഡിസ്കളറേഷൻ വരുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? സൈനോസിസ് എന്ന് പറയുന്നു. അപ്നിയ മീൻസ് ആബ്സെൻസ് ഓഫ് ബ്രീതിങ് കേട്ടോ. ബ്രീതിങ് ഇല്ലാത്ത അവസ്ഥ, അതിന് നമ്മൾ അപ്നിയ എന്ന് പറയും. ഒളിഗ്യൂരിയ ഈസ് ലോ യൂറിൻ ഔട്ട്പുട്ട് ലെസ് ദാൻ 400 ml per day കേട്ടോ. ലെസ് ദാൻ 400 ml per day യൂറിൻ ഔട്ട്പുട്ട് വരുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? ഒലിഗ്യൂറിയ. അനൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സെൻസ് ഓഫ് യൂറിൻ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലെസ് ദാൻ 100 ml per day. നെക്സ്റ്റ് നോർമൽ യൂറിൻ ഔട്ട്പുട്ട്. ആക്ച്വലി നോർമൽ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഫോർ ഓൾ ഏജസ് കേട്ടോ, എല്ലാ പ്രായത്തിലും ഉള്ളവർക്ക് നമുക്ക് പേഷ്യന്റ് ബോഡി വെയിറ്റ് വെച്ചിട്ട് പറയുന്നതാണ് നോർമൽ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. 0.5 to 1 ml per kg per minute കേട്ടോ. 0.5 to 1 ml per kg per minute ആണ് നോർമൽ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുക. പോളിയൂറിയ എന്താണ്? എക്സസീവ് യൂറിൻ ഔട്ട്പുട്ട്, യൂഷ്വലി മോർ ദാൻ 2500 ml per day കേട്ടോ. 2.5 ലിറ്ററിൽ കൂടുതൽ യൂറിൻ ഔട്ട്പുട്ട് വരുന്നതിന് നമ്മൾ പോളിയൂറിയ എന്ന് പറയും. നൊക്ടൂറിയ എന്താണ്? ഫ്രീക്വന്റ് യൂറിനേഷൻ ഡ്യൂറിംഗ് നൈറ്റ്. രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ട് യൂറിൻ പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ നൊക്ടൂറിയ എന്ന് പറയുക. ഹെമറ്റൂറിയ എന്താണ്? പ്രസൻസ് ഓഫ് ബ്ലഡ് ഇൻ യൂറിൻ അല്ലെ. ബ്ലഡ് സെൽസ് യൂറിൻ ഉണ്ടാകുന്നതിന് നമ്മൾ ഹെമറ്റൂറിയ എന്ന് പറയും. പയൂറിയ എന്താണ്? പസ് ഇൻ ദ യൂറിൻ അല്ലെ. യൂറിനിലെ എന്താണ്? പസ് കളക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പയൂറിയ എന്ന് പറയും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50 വൺ ലൈനേഴ്സ്. എല്ലാവരും വളരെ നന്നായിട്ട് പഠിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ JPHന്റെ റിവിഷൻ ബാച്ചിൽ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും വിജയാശംസകൾ.